ഹലോ, ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് പാലട പായസം മിക്സാണ്. ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് പാലട പായസത്തിന് മിക്സ് കൊണ്ട് വന്നിക്കണമെന്ന് വിചാരിക്കരുത്. ഓണത്തിന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലായിരുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാം. നാട്ടിൽ പോയ പിന്നെ ഈ വക പണിക്കൊന്നും ഞാൻ നിൽക്കാറില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലിതാ ഒരു 2 പാക്കറ്റ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ലിറ്റർ പാലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിൽ പഞ്ചസാര ഒന്നും ചേർക്കണ്ട. ഈ ഒരു പാല് ചൂടാക്കിയതിന് ശേഷം ഈ ഒരു മിക്സ് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പൊതുവേ ഞാൻ പായസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒട്ടും എക്സ്പേർട്ട് അല്ല കേട്ടോ. പക്ഷേ ഈ ഒരു മിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഞാൻ അതിന് മുന്നേ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാനത് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ലുലുലു പോയപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഒന്നും കൂടി ഒന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ ചൂടായി തള വരുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മിക്സ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് തിളച്ച് പോകുമോ എന്നുള്ള പേടിയുണ്ട്. വേറെ പാത്രം എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു പാത്രം തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം തിളച്ച് ഇതാണ്ടോ ഈ ഒരു കളറായി വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ. ആ ഒരു പാക്കറ്റിൽ 15 മിനിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റോളം വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു അട നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കുറുക്കത്തിലുള്ള പായസം തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കൊണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഏലക്കായയുടെയും എല്ലാ നെയ്യിൻ്റെയും എന്തിൻ്റെയൊക്കെയോ നല്ലൊരു അടിപൊളി സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം.